സ്റ്റുഡൻസ്, ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് മാത്സിലെ ഫ്രാക്ഷൻസ് എന്ന ടോപ്പിക്കാണ്. അപ്പോൾ ഫ്രാക്ഷൻസിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഏരിയ ആണ് ഇക്വലൻറ്റ് ഫ്രാക്ഷൻസ്. അപ്പോൾ എന്താണ് ഇക്വലൻറ്റ് ഫ്രാക്ഷൻസ്, അതെങ്ങനെയാണ് കണ്ടുപിടിക്കുക എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. ഓക്കെ, സോ ലെറ്റ് സ്റ്റാർട്ട്. നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് ഇക്വലൻറ്റ് ഫ്രാക്ഷൻസ്. ഇക്വലൻറ്റ് ഫ്രാക്ഷൻസ് ആണ്. ഓക്കെ, ഒരു ഫ്രാക്ഷൻ തന്നിട്ട് അതിൻ്റെ ഇക്വലൻറ്റ് ഫ്രാക്ഷൻസ് കണ്ടുപിടിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്താ ചെയ്യുക? ആ ഫ്രാക്ഷൻ്റെ ന്യൂമറേറ്ററിനെയും ഡിനോമിനേറ്ററിനെയും ഒരേ നമ്പർ കൊണ്ട് തന്നെ മൾട്ടിപ്ലൈ ചെയ്യുകയോ ഡിവൈഡ് ചെയ്യുകയോ ചെയ്താൽ മതി. ഓക്കെ, സോ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ 1/2 എന്ന് പറയുന്ന ഒരു ഫ്രാക്ഷൻ, ഇതിൻ്റെ ഇക്വലൻറ്റ് ഫ്രാക്ഷൻസ് ഒരുപാട് ഇക്വലൻറ്റ് ഫ്രാക്ഷൻസ് നമുക്ക് കണ്ടുപിടിക്കാം. അപ്പം ഇതിൻ്റെ ഇക്വലൻറ്റ് ഫ്രാക്ഷൻസ് കിട്ടാൻ ഞാൻ ഒന്ന് മേലെയും താഴെയും 1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. ഓക്കെ, സോ ഓക്കെ 1 കൊണ്ട് വേണ്ട 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. അപ്പോൾ സോ മേലെ 1 × 2 2, താഴെ ഡിനോമിനേറ്ററിനെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ 2 2s are 4. സോ 1/2ൻ്റെ ഒരു ഇക്വലൻറ്റ് ഫ്രാക്ഷനാണ് 2/3. ഇനി ഈ 1/2നെ തന്നെ മേലെയും താഴെയും ഞാൻ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാമെന്ന് വിചാരിക്കാം. സോ 1 × 3 3, 2 × 3 6. സോ 3/6 എന്ന് പറയുന്നത് വേറൊരു ഇക്വലൻറ്റ് ഫ്രാക്ഷനാണ്. ഇങ്ങനെ ഒരുപാട് ഇക്വലൻറ്റ് ഫ്രാക്ഷൻസ് നമുക്ക് കണ്ടുപിടിക്കാം. ഇനി വേറൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പം 8/64 എന്ന നമ്പർ, ഇതൊരു ഫ്രാക്ഷനാണ്. ഇതിൻ്റെ ഇക്വലൻറ്റ് ഫ്രാക്ഷൻസ് കണ്ടുപിടിക്കണം. അപ്പോൾ നമുക്ക് ഞാൻ പറഞ്ഞ മേലെയും താഴെ മൾട്ടിപ്ലൈ ചെയ്യുകയോ ഡിവൈഡ് ചെയ്യുകയോ ചെയ്താൽ മതി. ഓക്കെ, സോ 8/64നെ മേലെയും താഴെ ഞാൻ 2 കൊണ്ട് ഡിവൈഡ് ചെയ്തു. അപ്പോൾ 8നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്ന സമയത്ത് 8/2, അതേപോലെ തന്നെ 64നെ ഞാൻ 2 കൊണ്ട് ഡിവൈഡ് ചെയ്തു. നമുക്ക് ഇഷ്ടമുള്ള നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യാം, പക്ഷെ മേലെയും താഴെയും സെയിം ന്യൂമറേറ്ററിനെയും ഡിനോമിനേറ്ററിനെയും സെയിം നമ്പർ കൊണ്ട് തന്നെ ഡിവൈഡ് ചെയ്യണം. ഓക്കെ, സോ 8/2 4 ആണ്. 64/2 എന്താണ്? 32 ആണ്. ഓക്കെ, സോ 4/32 എന്നത് 8/64ൻ്റെ ഒരു ഇക്വലൻറ്റ് ഫ്രാക്ഷൻ ആണെന്ന് പറയാം. ക്ലിയർ ആണല്ലോ? ഇതുപോലെ ഇനിയിപ്പം 8/64ൻ്റെ വേറൊരു ഇക്വലൻറ്റ് ഫ്രാക്ഷൻ നമുക്ക് കണ്ടുപിടിക്കണം. ഓക്കെ, 8/64ൻ്റെ വേറൊരു ഇക്വലൻറ്റ് ഫ്രാക്ഷൻ കണ്ടുപിടിക്കാൻ ഞാനിപ്പോൾ 4 കൊണ്ട് മേലെയും താഴെയും ഡിവൈഡ് ചെയ്തു. ഓക്കെ, മേലെയും 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാണ്, താഴെയും 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാണ്. സോ 8/4 എന്ന് പറഞ്ഞാൽ 2 ആണ്. 64/4 എന്ന് പറഞ്ഞാൽ 16 ആണ്. ഓക്കെ, സോ 8/64ൻ്റെ വേറൊരു ഇക്വലൻറ്റ് ഫ്രാക്ഷനാണ് എന്ത്? 2/16. ഇങ്ങനെ നോക്കുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് ഇക്വലൻറ്റ് ഫ്രാക്ഷൻസ് കണ്ടുപിടിക്കാം അല്ലേ? ഒരു ഫ്രാക്ഷനെ തന്നെ, അതായത് ന്യൂമറേറ്ററിനെയും ഡിനോമിനേറ്ററിനെയും സെയിം നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യുകയോ മൾട്ടിപ്ലൈ ചെയ്യുകയോ ചെയ്താൽ നമുക്ക് കിട്ടുന്ന ഫ്രാക്ഷൻസ് ഒക്കെ ആ ഫ്രാക്ഷൻ്റെ ഇക്വലൻറ്റ് ഫ്രാക്ഷൻസ് ആയിരിക്കും. ക്ലിയർ ആണല്ലോ? ഓക്കെ, ഇനി ഈ ഒരു ഏരിയയിൽ നിന്ന് പല ടൈപ്പ് ക്വസ്റ്റ്യൻസ് വരും. ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻ ഞാൻ പറഞ്ഞുതരാം. ക്വസ്റ്റ്യൻ ഇതാണ്. കുറച്ച് ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. 3/4, ഓപ്ഷൻ ബി 4/8, ഓപ്ഷൻ സി 2/3, ഓപ്ഷൻ ഡി 5/6. ഇതിൽ നിന്നും ഫൈൻഡ് ദ ഇക്വലൻറ്റ് ഫ്രാക്ഷൻ ഓഫ് 6/12. 6/12ൻ്റെ ഇക്വലൻറ്റ് ഫ്രാക്ഷൻ കണ്ടുപിടിക്കാനാണ് പറഞ്ഞത്. അപ്പം ഇതിൽ 4 ഫ്രാക്ഷൻസ് തന്നിട്ടുണ്ട്. ഇതിലേതാണ് 6/12ൻ്റെ ഇക്വലൻറ്റ് ഫ്രാക്ഷൻ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനൊരു ക്വസ്റ്റ്യൻ തന്നു കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെയാണ് ചെയ്യാം? ആദ്യം തന്നെ നമ്മൾ 6/12നെ ഏറ്റവും സിംപ്ലിഫൈ ചെയ്യാം. അതാണ് ഏറ്റവും എളുപ്പത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം. ഓക്കെ, 6/12നെ നമുക്ക് ഏറ്റവും സിംപ്ലിഫൈഡ്, ഏറ്റവും ചെറിയ ഫോം ഓഫ് ഫ്രാക്ഷൻ ആക്കാം. അതിനുവേണ്ടി 6/12നെ മേലെയും താഴെയും ഞാൻ 6 കൊണ്ട് തന്നെ ഡിവൈഡ് ചെയ്തു. ഓക്കെ, 6നെയും 12നെയും നമുക്ക് കോമൺ ആയിട്ട് ചെയ്തുകൊണ്ട് നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുക നോക്കാം. ഓക്കെ, സോ 6 കൊണ്ട് തന്നെ ഡിവൈഡ് ചെയ്യുമ്പോൾ 1/2 ആയി. അതായത് 6/12 എന്ന് പറഞ്ഞാൽ 1/2 ആണ് അല്ലേ? ഇതാണ് ഇതിൻ്റെ സിംപ്ലിഫൈഡ് ഫോം. ഇതിൻ്റെ ഒരു ഇക്വലൻറ്റ് ഫ്രാക്ഷനാണ്. ഇനി മേലത്തെ ഓരോ ഓപ്ഷൻ ചെക്ക് ചെയ്ത് നോക്കുക. ആദ്യത്തെ ഓപ്ഷൻ എന്താണ്? 3/4. 3/4നെ നമുക്കിനി സിംപ്ലിഫൈ ചെയ്യാൻ പറ്റുമോ? ആ ഒരു 1/2 ഫോമിലേക്ക് ഏറ്റവും സിംപ്ലിഫൈ ചെയ്ത ഇക്വലൻറ്റ് ഫ്രാക്ഷൻസ് എല്ലാം നമ്മൾ ഏറ്റവും സിംപ്ലിഫൈ ചെയ്ത് കിട്ടുന്ന ഫ്രാക്ഷൻ എന്ന് പറഞ്ഞാൽ എപ്പോഴും സെയിം ആയിരിക്കണ്ടേ അല്ലേ? അതായത് ഒരു ഫ്രാക്ഷനെ
പല നമ്പേഴ്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കിട്ടുന്നതാണ് അതിൻ്റെ ഇക്വലൻ ഫ്രാക്ഷൻ. അതായത് അതിൻ്റെ ഇക്വലൻ ഫ്രാക്ഷനെയൊക്കെ ഏറ്റവും സിംപ്ലിഫൈഡ് ഫോം എന്ന് പറഞ്ഞാൽ എപ്പോഴും സെയിം ഫ്രാക്ഷൻ തന്നെയായിരിക്കും. സോ 3/4 നമ്മൾ സിംപ്ലിഫൈ ചെയ്താൽ 1/2 കിട്ടണം അല്ലേ? കിട്ടുമോ? ഇല്ല. സോ ഇതല്ല നമ്മുടെ ആൻസർ. ഇനി ഓപ്ഷൻ ബി നോക്കുക. 4/8. 4/8നെ സിംപ്ലിഫൈ ചെയ്യാൻ പറ്റും അല്ലേ? 4 കൊണ്ട് മേലും താഴും ഡിവൈഡ് ചെയ്യാൻ പറ്റും. സോ എന്ത് കിട്ടും? 1/2 കിട്ടും. ഓക്കെ. സോ 4/8ൻ്റെ സിംപ്ലിഫൈഡ് ഫോം 1/2 ആണ്. സോ ഇവിടെ നമ്മുടെ കറക്റ്റ് ആൻസർ. അപ്പോൾ പിന്നെ ബാക്കി ചെക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. 4/8 6/12ൻ്റെ ഒരു ഈക്വലൻ ഫ്രാക്ഷനാണ് കിട്ടി. ക്ലിയർ ആണല്ലോ? സോ നമ്മുടെ ആൻസർ എന്ന് പറഞ്ഞാൽ 4/8 ആണ്. അപ്പോൾ ഈക്വലൻ ഫ്രാക്ഷൻ ആണോ നോക്കാനായിട്ട് എല്ലാ തന്നിരിക്കുന്ന ഫ്രാക്ഷൻസിൻ്റെയൊക്കെ സിംപ്ലിഫൈഡ് ഫോം സെയിം ആണോ നോക്കിയാൽ മതി. ക്ലിയർ ആണല്ലോ? സോ ഇതുപോലെയുള്ള ഒരുപാട് ക്വസ്റ്റ്യൻസ് ഞങ്ങളുടെ ആപ്പിൽ എക്സ്ട്രാ നോട്ട്സും എക്സ്ട്രാ ക്വസ്റ്റ്യൻസും ഞങ്ങളുടെ ആപ്പിൽ ഈ ഒരു വീഡിയോയ്ക്ക് താഴെ കൊടുക്കാം. ഇതുവരെ നിങ്ങൾ ഞങ്ങളുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്തിട്ടില്ലെങ്കിൽ ആപ്പ് ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്കും ഞങ്ങളുടെ ഡിസ്ക്രിപ്ഷനിൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അത് ഡൗൺലോഡ് ചെയ്തിട്ട് ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്ത് നോക്കുക. ഓക്കെ. സോ താങ്ക് യു.